കുറച്ച് നാൾ മുന്നേ പൊന്മുടി പോയിട്ടുണ്ടായിരുന്നു. അപ്പം അവിടെ നല്ല ക്ലൈമറ്റ് ആയിരുന്നു പോയ സമയത്ത്. അപ്പം ഞാൻ ആ വീഡിയോ ഇടാൻ കുറച്ച് ലേറ്റായി പോയി. ഞാൻ എന്തെങ്കിലും ഡേറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കാം. അപ്പം ഇനി മഴയോ കാര്യങ്ങളോ ഒക്കെ വരുവാണെങ്കിൽ നിങ്ങളൊന്ന് പോയി നോക്കണം. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് മഴയൊക്കെ പെയ്യുന്നുണ്ടല്ലോ. അപ്പം പൊന്മുടി പോകാൻ ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ പോയി നോക്കാം. ഇനിയിപ്പം മഴയില്ലെങ്കിലും പോകാൻ പറ്റിയ നല്ലൊരു സ്ഥലം തന്നെയാണ് പൊന്മുടി. കാരണം അവിടെ എപ്പോഴും നല്ലൊരു ഡീസൻറ്റ് ക്ലൈമറ്റ് ആണ്. ചെന്ന സമയം തൊട്ട് അവിടെ നിന്ന് ഇറങ്ങുന്ന വരെ ഫുൾ ടൈം കോട തന്നെയായിരുന്നു, അടിപൊളിയായിരുന്നു. അതിൻ്റെ ഇടയിൽ ഒരു കുഞ്ഞു മഴ പെയ്തായിരുന്നു. റെയിൻകോട്ട് എടുത്ത് ഇടുമ്പോഴത്തേനും മഴ പോയായിരുന്നു. പക്ഷെ ആ മഴയുടെ എഫക്റ്റിൽ പിന്നെ മൊത്തം കോട മൂടി, നമുക്കൊന്നും കാണാൻ പറ്റത്തില്ല. നമുക്ക് അടുത്തേക്ക് നാളെ പോലും കാണാൻ പറ്റില്ലായിരുന്നു, അത്രയധികം കോടയായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഒന്ന് മഞ്ഞ് വന്നത്. പക്ഷെ എന്നാലും നല്ല കോട ഉണ്ട് കണ്ടോ, നല്ല രസമില്ലേ കാണാനായിട്ട്. നല്ല കാണാനൊക്കെ ചെന്നിരിക്കാനും വൈബടിക്കാനും പറ്റിയ സ്ഥലമാണ് പൊന്മുടിക്ക് ഞങ്ങൾ പോയത് ആലപ്പുഴ ഹരിപ്പാട് നിന്നാണ്. ഞങ്ങൾ ബൈക്കിനെ പോയത്. നമുക്ക് ബസ്സൊക്കെ പോകാൻ പറ്റും. തിരുവനന്തപുരത്തുകാർക്ക് പിന്നെ പ്രത്യേകിച്ച് റൂട്ടൊന്നും പറഞ്ഞു തരണ്ടല്ലോ. കൊല്ലത്ത് നിന്ന് വരുന്ന ആ ഭാഗത്ത് നിന്ന് വരുന്നവർക്കാണെങ്കിലും കൊല്ലത്ത് നിന്ന് ഡയറക്റ്റ് ബസ്സുണ്ട്. ബസ്സിനൊക്കെ ആകുമ്പം ഒരു 500 രൂപയ്ക്ക് എക്സ്പെൻസ് തീരും. ഞങ്ങൾക്ക് 1500 രൂപയെ പെട്രോള് വിത്ത് നമുക്ക് ഫുഡിൻ്റെ പൈസ. ഫുഡ് എന്ന് പറയാനായിട്ട് ചായം പരിപ്പോടെ മാത്രമേ കഴിച്ചുള്ളൂ. കൂടുതലും പെട്രോളിനാണ് പോയത്. അപ്പം ബസ്സിനൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് ഒന്നും കൂടെ കാശ് ലഭിക്കാൻ പറ്റും. അപ്പം വല്ലപ്പോഴൊക്കെ പുറത്തൊക്കെ പോകാൻ പ്ലാൻ ചെയ്യുമ്പം നിങ്ങൾക്ക് പൊന്മുടിയും കൂടെ ഒന്ന് തിരഞ്ഞെടുക്കാം. അപ്പം ഇത്രേ ഉള്ളൂ. താങ്ക്